ഹലോസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോയ ഒരു കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് ചാവക്കാട് മറൈൻ ബീച്ചിലോട്ടൊക്കെയാണ് ട്രിപ്പ് പോയത്. അതിനു മുന്നേ നമ്മൾ ലുലുമാളിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ നമ്മളതിൻ്റെ പോകുന്നതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ട് അറിഞ്ഞ് ആസ്വദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കിയിട്ട് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ ഒന്ന് കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പോയി എൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് പോയോ. കരോളി ഇരുന്നോ? കുഴപ്പമില്ല, അവിടെ ഇങ്ങോട്ട് വീഡിയോ എടുക്കണം. അവൾക്ക് മര്യാദയില്ല. രാവിലെ അവിടെ ചാർജിലിടും, വൈകുന്നേരം കൊണ്ടുപോകും. വൈകുന്നേരം ഇവിടെ വന്ന് ഇവിടെ ചാർജ് ചെയ്യും. ഇല്ല, വീട്ടില് ചാർജ് ഇല്ല. 2 നേരം രാവിലെ ചാർജ് ചെയ്യണമെന്ന് വലിയ ബുദ്ധിമുട്ടില്ല. എന്തായി പറയണത്? ഡൽഹി പോയിട്ട് നേഴ്സിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പോലെ തന്നെയാണ്. അന്ന് നമ്മളുടെ ചാർജ് ഞാൻ അവിടെ ഉള്ളൊരു ചാർജൊക്കെ ഞാൻ നേഴ്സിംഗ് പഠിക്കുമ്പോൾ ഹിന്ദിയൊക്കെ പഠിക്കുമ്പോൾ ചാർജ് അതിൻ്റെ അമ്മ എങ്ങനെ ചേച്ചി ചാർജ് ഇടാം? ചാർജ് ഇങ്ങനെ കയ്യിൽ വീട്ടിൽ പഠിക്കുന്നുണ്ടായിരുന്നു. ഞാൻ യൂട്യൂബറൊന്നല്ല. ഏറ്റവും വലിയ സബ്സ്ക്രൈബറുള്ള വീഡിയോ എടുക്കാ വാങ്ങിക്കാനും. ഏതാ ഈ ഗരുഡന്റെ ലോക്കറ്റ് മതിയോ? എനിക്കൊന്നും വേണ്ട. അല്ല, വള്ളിമുങ്ങയുടെ ലോക്കറ്റ് വാങ്ങി തരാം. നിന്റെ പേരിന്റെ അക്ഷരമുള്ളത് ഹായ്, കൊള്ളാം. ഇവരെന്താ വട്ടം കൂടി കിടക്കണേ? എൻ്റെ ഒരു ഗൂഗിൾ പേ ഇല്ല, എടുത്തോ. പക്ഷേ ECBU പോണ്ടതറ വിളിക്കുന്നു. നമ്മളെന്താ ചെയ്യണ്ടെന്ന് അറിയോ? അയ്യോ, നിക്കന്നെയാ അതല്ല, എന്നെ പിടിച്ച് വലിക്കണോ? എന്നെ അവളെ പിടിച്ച് വലിക്കണേ. ഞാൻ കറുത്ത വീഡിയോ കറുപ്പൊക്കെ നമുക്ക് പ്രകാശമേപ്പ 5.6 കിലോമീറ്റർ 5.6 കിലോമീറ്റർ. ലേറ്റ് ഒന്ന് നീങ്ങിയടി. നമ്മുടെ വണ്ടി എവിടെയാ? കട്ടേനൊക്കെ ഉണ്ട്, സാരില്ല. ഞാൻ അപ്പോൾ നമുക്ക് ഇവിടുന്ന് കയറി കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് തന്നെ ഫിഷിങ്ങിൻ്റെ ഒരു പരിപാടിയാണ്. ഫിഷിനെ കാണുന്ന ഒരു പരിപാടി. അവിടെ ഇങ്ങനെ മത്സ്യകന്യകയുടെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ നമ്മുടെ ഫിഷ് സ്പാ ഉണ്ട്. നമ്മുടെ മീനുകളുടെ ഒരു സ്പാ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് ഫസ്റ്റ് തന്നെ നമുക്ക് മീനുകളുടെ ഇതിന് കാലിട്ട് കളിക്കാം.
അപ്പോൾ ഇവരെല്ലാവരും കൂടെ കാലിട്ട് കൂടി ഇരുന്ന് എന്നോട് ഇരിക്കാൻ പറഞ്ഞെങ്കിലും എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പേടിയായതുകൊണ്ടാണ് താല്പര്യമില്ലാത്തതുകൊണ്ടോ ഞാൻ എന്തോ ഇരുന്നില്ല. ഇതിപ്പോൾ ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് പറയുന്ന കാര്യമായതുകൊണ്ട് എനിക്ക് വലിയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. എന്നാലും ഉള്ളത് അറിയാവുന്ന പോലെയൊക്കെ ഞാൻ പറയാണ്. ഇപ്പോൾ ഇവിടെ ഫിഷിൻ്റെ സ്പായാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ കാല് വെച്ച് ഇവിടെ ഇരുന്ന് മസാജൊക്കെ ചെയ്ത് ഒരു 1-2 മണിക്കൂർ നമുക്കിങ്ങനെ ഇരുന്ന് മസാജ് ചെയ്യാം. അവിടെ നിന്ന് ഇങ്ങനെ ചേച്ചി വിളിക്കുമ്പോൾ നമുക്ക് ഇവിടെ എഴുന്നേറ്റ് പോകണം. അതുവരെ നമുക്ക് അവിടെ ഇരുന്ന് ഇങ്ങനെ ഫിഷിൻ്റെ സ്പായൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഭംഗിയായിട്ട് ഇങ്ങനെ കുറേ നേരം ഇരിക്കാം. ഇവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയണത്. ഞാനിരുന്നില്ല, എനിക്ക് എന്തോ സുഖമില്ലാത്തതുകൊണ്ട് ഞാനവിടെ ഇരുന്നില്ല. എനിക്ക് താല്പര്യമൊന്നും ഇല്ല എനിക്ക്, അതുകൊണ്ട് ഞാനങ്ങനെ ഇരുന്നില്ല. ഇവരൊക്കെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇരുന്നു. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് നമ്മളുടെ ഒരു ചെറിയൊരു കലാപരിപാടിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് ഫോട്ടോയ്ക്ക് വരെ വീഡിയോ ആണ് എടുത്തത് ഗൈസ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാനാണ്, ഈ കുട്ടിക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വീഡിയോ ആണ് എടുത്ത് കൊടുത്തത്. അതിന് നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തേക്കാണ് പോയത്. വെറൈറ്റീസ് ഓഫ് മീനുകളുള്ള വേറൊരു സ്ഥലത്തേക്കാണ് പോയത്. അപ്പോൾ അതേവിടെ ഇതുപോലെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പേരറിയാത്ത, എനിക്ക് മീനുകളുടെ പേരൊന്നും അറിയില്ല. അപ്പോൾ ഇതുപോലെ കുറേ വെള്ളയമ ഓറഞ്ച് പുള്ളികളൊക്കെയുള്ള മീനുകളും അങ്ങനെ പല മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു പാലത്തിന്മേൽ കൂടെ കടന്നിട്ട് വേണം പോകാൻ. ഈ വെള്ളത്തിലൊക്കെ കുറേ മീനുകളുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ വരുമ്പോൾ ഭയങ്കര വെറൈറ്റിയാണ്. നിങ്ങൾ കാണാത്ത പലതരത്തിലുള്ള മീനുകളെയും പല കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്യാം. നമുക്കൊരു ദിവസം വന്ന് 1 ഡേ ട്രിപ്പൊക്കെ വന്ന് എൻജോയ് ചെയ്യാനും ഫാമിലി ആയിട്ടൊക്കെ വരാനും പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഇവിടെ ഒരുപാട് മീനുകളുടെ വെറൈറ്റീസും പല പല വെറൈറ്റീസ് ഓഫ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് കണ്ട് ആഘോഷിക്കാം. കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു ഇടമാണ്. അപ്പോൾ ഞങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും ഇവിടെ ഒരു തവണ വന്ന് ഈ എക്സ്പീരിയൻസൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, ഇത് എൻജോയ് ചെയ്യുക. അപ്പോൾ വളരെയേറെ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. ഞങ്ങളിങ്ങനെ സംസാരിച്ച് ഇതിലേക്ക് കണ്ട് ഇങ്ങനെ പോയി. അപ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഞങ്ങൾ നെക്സ്റ്റ് ഡേ ഇതുപോലൊരു സ്ഥലത്തേക്കൂടെയാണ് കടന്നു പോയത്. മീനിൻ്റെ ഒരു വായക്കൂടെയാണ് നമ്മൾ കടന്നു പോകണം. അപ്പോൾ അത് മീനിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നല്ല രസമാണ്. അപ്പോൾ ഇതിലെ പോകുമ്പോൾ ഭയങ്കര ഇരുട്ടൊക്കെയാണ്, ഭയങ്കര സെറ്റപ്പൊക്കെയാണ്. അപ്പോൾ ആദ്യം എന്തോ പോലെ തോന്നിയെങ്കിലും പിന്നെ ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു. ഇല്ല എങ്ങനെ പോയി ഇങ്ങനെ പോയൊക്കെ വരാൻ നല്ല രസമാണ്. മീനിൻ്റെ ഒരു ഷാർക്കിൻ്റെ വായ എന്നൊക്കെ നമുക്ക് പറയാം. ഇത് കണ്ട നല്ല രസമില്ലേ കാണാൻ. അവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മീനുണ്ട്. ഞാൻ അപ്പോൾ അതിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ചുമരുമൊക്കെ അതിന് കുറേ വെറൈറ്റീസ് ഓഫ് പഴയ ഓൾഡ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ അറ്റത്തൊരു മീനുണ്ട്. അതിന് നമുക്ക് കാണാൻ പറ്റുമോ അറിയില്ല. ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റിയ വീഡിയോയിൽ അങ്ങനെ കാണാൻ പറ്റുമല്ലോ എന്നറിയില്ല. അത് അവിടെ അറ്റത്തൊരു മീനുണ്ട്. അപ്പോൾ മീനിനെയൊക്കെ കാണാൻ പോയി. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചുമരുമയൊക്കെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമ്മുടെ പഴയ കാലത്തെ ഹിസ്റ്ററിയിലൊക്കെ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്കിങ്ങനെ പോകാം. അവിടെ കുറേ നമ്മൾ കാണാത്ത തരം വെറൈറ്റീസ് ഓഫ് മീനുകളൊക്കെ ഉണ്ട്. കുട്ടികൾക്കൊക്കെ വളരെയേറെ എൻജോയ് ചെയ്യാനും ഒരു 1 ഡേ ട്രിപ്പൊക്കെ ആയിട്ട് പോകാനും പറ്റിയ നല്ല സ്ഥലമാണ്. അവിടെ കുറേയേറെ കാര്യങ്ങൾ നമുക്ക് കാണാനും കേൾക്കാനും അനുഭവിക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ദിവസം നമ്മുടെ മനസ്സൊക്കെ റിഫ്രഷ് ചെയ്യാനൊക്കെ സാധിക്കും. നമ്മൾ കാണാത്ത തരം പല വിധത്തിലുള്ള മീനുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഒരുപാട് മീനുകൾ ഇവിടെ ഉണ്ട്. ഞങ്ങളൊക്കെ പോയി എൻജോയ് ചെയ്തു. എല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത്രയും നല്ല പരിപാടിയായിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രശ്നമൊക്കെ മാറിയതുകൊണ്ട് ഞാൻ സുഖമായിട്ട് എൻജോയ് ചെയ്ത് പിന്നെ അങ്ങോട്ട് പോയേ. അപ്പോൾ നിങ്ങളൊരു തവണയെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്നാണ് ഞാൻ പറയുള്ളൂ. അപ്പോൾ ദേ ഇവിടെ ഇങ്ങനെ കുറേ ലീവ്സിൻ്റെയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാടിൻ്റെ എക്സ്പീരിയൻസ് പോലെയാണ് ഇവിടെ ചെയ്ത് വെച്ചേക്കണേ. അതിനുള്ളത് വെള്ളച്ചാട്ടം പോലെ മരമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രസമാണ് ഇത് കാണാൻ. ഇവിടെ ഒരു AC ഉണ്ട്. അപ്പോൾ ഇതിലുള്ള AC ഒക്കെ വെച്ചിട്ടുണ്ട്. സെറ്റപ്പായിട്ടൊക്കെയാണ് ചെയ്ത് വെച്ചേക്കണേ. തൃശ്ശൂരുള്ള ചാവക്കാടിലാണ് ഈ ബീച്ച് ഈ പരിപാടി സ്ഥിതി ചെയ്യണേ. നമുക്കിതിലെ പോയി കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് മീനുകളെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി കാണുക, ആസ്വദിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണുക. എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് അങ്ങോട്ട് കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കുറേ പേര് കാണുന്നുണ്ടെന്നറിയാം. അപ്പോൾ അവരെ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ കൊച്ചു വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടൊന്ന് ആസ്വദിക്കൂ.
കണ്ടത് അങ്ങനെ ഇത് കണ്ട ഞാൻ എടുക്കില്ല ഞാൻ വെക്കില്ല കേടിയാ ഒരിക്കൽ പല്ലില്ലാണ്ട് കപ്പിലിട്ട